പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ആ പാറക്കല്ലിൻ്റെ അടുത്ത് 2 കിലോമീറ്റർ നടന്ന് അവിടെ എത്തി. അത് വാദി അർബഈൻ എന്ന സ്ഥലത്താണ്. ഇപ്പോഴും ആ ഉറവുകളില്ല. പക്ഷേ മൂസാ നബി അടിച്ച സൂറത്തുൽ ബഖറ 60-ാമത്തെ ആയത്തിൽ പറഞ്ഞ ആ കല്ല്, വൈദിസ്ഖ മൂസാ ലിഖൗമിഹി ഫഖുൽനാ ദിറിബ് ബിഅസാക്കൽ ഹജറ ഫൻഫജറത് മിൻഹു ഇസ്നതാ അശറത ഐന. മൂസാ അലൈഹി ഇസ്ലാം തൻ്റെ ജനതയുടെ മൂസാ നബിയുടെ തൻ്റെ ജനത വെള്ളത്തിന് അപേക്ഷിച്ചു. അവർ കടൽ പിളർന്ന് അതിനുശേഷം വിശ്രമമൊക്കെ കഴിഞ്ഞ് അവർ കുറേ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം ഈ തുവാ താഴ്വരയിൽ വന്ന് താമസിക്കണം. അപ്പോൾ വെള്ളത്തിന് വേണ്ടി അവർ താമസിച്ച സ്ഥലത്ത് തുവായിക്ക് എത്തുന്നതിന് കുറച്ച് മുമ്പാണ്, 2 കിലോമീറ്ററോളം അപ്പുറത്താണ്. വെള്ളത്തിന് അപേക്ഷിച്ചപ്പോൾ പാറയിലടിക്കാൻ കൽപ്പിച്ചു. പാറയിൽ നിന്ന് ഉറവ് പൊട്ടി വലിച്ചു. 12 ഉറവുകൾ എന്ന് ഖുർആനിൽ പറയുന്നത്. ഫൻഫജറത് മിൻഹു ഇസ്നതാ അശറത ഐനാണ്, 12 ഉറവ് പൊട്ടി. ഇപ്പോൾ അവിടെ ഉറവില്ല. പക്ഷേ തുവാ താഴ്വരയിലേക്ക് വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ജലശേഖരമുള്ള ഒരു കിണർ പുറത്ത് കാണാത്തുണ്ട്. അതിൽ നിന്ന് ഹോസ് ഇട്ടിട്ട് വെള്ളം എടുക്കും. കാരണം അത് കുറച്ച് ഉയരമുള്ള സ്ഥലത്താണ്. അതിൽ നിന്ന് ഹോസ് ഇട്ട് ഇങ്ങനെ വലിച്ചാൽ വെള്ളം ഇങ്ങനെ വരും. ഇപ്പോഴും അതിനൊക്കെ ഒരു ടാപ്പൊക്കെ വെച്ചിട്ട് അവർ വെള്ളം എടുക്കുന്നുണ്ട് ശരിക്കും. ഈ കല്ലിൻ്റെ താഴെ ഈ കല്ല് ജൂതന്മാരും ബഹുമാനിക്കുന്നുണ്ട്. 1967 സീനായ് മരുഭൂമി ഫുള്ളും ഇസ്രായേൽ പിടിച്ച ശേഷം ഈ കല്ല് മോസസ് അടിച്ച കല്ലാണ് എന്ന പേരിൽ വിശ്വാസത്തിൻ്റെ കാരണത്താൽ അവർ വലിയൊരു നല്ലൊരു ബലമുള്ളൊരു കുളത്ത്, ആരും കാണാതെ പകൽ സമയത്ത് എപ്പോഴും അതിൻ്റെ മുകളിൽ കയറിയിട്ട് അവർ കുളത്ത് ശരിയാക്കി, ഒരു ഇരുമ്പിൻ്റെ ഒരു കുളത്തുണ്ടാക്കി. എന്നിട്ട് വമ്പിച്ചൊരു ഹെലികോപ്റ്റർ വന്നിട്ട് ആ കുളത്തുമ്മൽ ചങ്ങല കുടുക്കിയിട്ട് പൊക്കിയെടുത്തിട്ട് ഇസ്രായേലിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഹെലികോപ്റ്റർ വന്നപ്പോഴേക്കും അവിടെ ഏരിയയിൽ താമസിക്കുന്ന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായ ബദുക്കൾ എന്ന മരുഭൂമിയിലെ ബദവികൾ അവർ ഓടിക്കൂടി 2 കൂട്ടരും കൂടി സഹകരിച്ചിട്ട് ഈ ശ്രമം പരാജയപ്പെടുത്തി. അതിനുശേഷം പിന്നെ അവർക്ക് പൊക്കിയെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ ഇത് ഒരു ശരിക്കും മതിലുണ്ടാക്കിയിട്ട് ആ മതിലുമേലേക്ക് ഈ കല്ല് കുടുക്കി. ഇനി എന്നാലും അത് തട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ കല്ല് അതിന് ശരിക്കും ഞാൻ അതിലത്തെ വിരൽ ഇട്ട് നോക്കി അതിൻ്റെ ഉള്ളിലേക്ക്. മുകളിലേക്കുണ്ടായിരുന്ന ദ്വാരം നേരെ ഇങ്ങനെ കൊത്തി ഉണ്ടാക്കിയതാണെങ്കിൽ നേരെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഉറവ് വലിച്ചിരുന്ന ദ്വാരമുണ്ട്. ഇപ്പോഴത്തെ ഉറവൊന്നുമില്ല. ഇതാണ് ഖുർആൻ പറഞ്ഞത്. ഇപ്പോൾ സാധാരണ ടൂറിസ്റ്റുകളായി ഞങ്ങൾ പോകുമ്പോൾ സമയത്ത് പലപ്പോഴും ആദ്യകാലത്തൊക്കെ അങ്ങോട്ട് വിട്ടിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് വിടാറില്ല. അതൊരു സെക്യൂരിറ്റി എന്ന പേരിൽ ഈജിപ്തിൽ എപ്പോഴും പോകുമ്പോൾ ഒരു സെക്യൂരിറ്റി പോലീസുകാരൻ ഞങ്ങളുടെ കൂടെ. അപ്പോൾ അദ്ദേഹം സമ്മതിക്കാറില്ല. ഇപ്പോൾ എത്രയോ പറഞ്ഞിട്ടും സമ്മതിച്ചില്ല. ഇതാണ് അവിടുത്തെ അന്നത്തെ കാലത്ത് പോയിരുന്നത്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ തുവാ താഴ്വരയിലേക്ക് വന്നു. വരുന്ന വഴിയിൽ നബി സ്വാലിഹ് ചെക്കിംഗ് പോയിൻ്റ് എന്ന സ്ഥലമുണ്ട്. സ്വാലിഹ് നബിയുടെ പേരിൽ, അതായത് സ്വാലിഹ് നബിയുടെ അവിടുന്ന് രക്ഷപ്പെട്ട ശേഷം, അതായത് മദായിൻ സ്വാലിഹ് എന്ന് പുതിയ പേര് പറയുന്ന ആ ഹിജ്ർ എന്ന് ഖുർആനിൽ പറഞ്ഞ സ്ഥലം, ആ ഹിജ്റിൽ നിന്ന് പാറ തുറന്ന് വീടുണ്ടാക്കി. അവിടുന്ന് അള്ളാഹു അവരെ നശിപ്പിക്കുന്നതിന്, ആ ജനതയെ നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട്, ഒരു സൗണ്ടിലൂടെ നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അവരെ രക്ഷപ്പെടുത്തി വന്ന് സ്വാലിഹ് അലൈഹി സ്വലാം താമസിച്ചിരുന്ന സ്ഥലം പിന്നീട് മരണപ്പെട്ടതെന്ന് എന്ന് പറയുന്നു. അവിടെ ഒരു ഖബറുണ്ട്, നബി സ്വാലിഹ് എന്ന പേരിൽ മക്കാം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻസ് അതിന് ശേഷം അവിടെ ഖബർ പൊക്കുകയും അവിടെ സ്മാരകമായിട്ട് ചർച്ച ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അവർക്ക് ആണ് പിൽക്കാലത്ത് ഈ ഖബറുകൾ ഇങ്ങനെ പൊക്കുകയും അതിൽ നിന്ന് ചർച്ചകൾ ഉണ്ടാക്കുകയും ചെയ്തതൊക്കെ ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. മറ്റു മതങ്ങളിൽ നിന്ന് ശരിക്കും കയറി വന്ന അതാണ്. ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിൽ ഇപ്പോഴും നമുക്കവിടെ കാണാം. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഹാറൂൻ നബി. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ അവിടെ ഹാറൂൻ നബിയുടെ ഖബർ കാണാം. സ്വാലിഹ് നബിയുടെ വലിയ കുന്നിന് മുകളിലല്ല, ഹാറൂൻ നബിയുടെ കുറച്ച് ചെറിയൊരു കുന്നിന് മുകളിൽ. അതിൻ്റെ തൊട്ടടുത്തുണ്ട് വാദി റാഹ എന്നൊരു സ്ഥലം. ഈ വാദി റാഹ എന്ന് പറഞ്ഞാൽ വിശ്രമത്തിൻ്റെ താഴ്വര എന്നാണ് അർത്ഥം. ഇസ്രായേലിൽ വിശ്രമിച്ച സ്ഥലം, അതാണ് വാദി റാഹ. അവർ വന്ന് അവിടെ വെച്ചാണ് മൂസാ അലൈഹി സ്വലാം ഇസ്രായേലിൽ വാദി റാഹയിൽ വിശ്രമിക്കുമ്പോഴാണ് സീനാ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് 2-3 കിലോമീറ്റർ ദൂരം ഉണ്ടാവുന്നത്. അവിടെ മുകളിലേക്ക് വരാൻ അള്ളാഹു പറഞ്ഞത്. 2ാമത്തെ പ്രാവശ്യമാണ് ഇത് കേട്ടോ. മൂസാ അലൈഹി സ്വലാമിന് വഹി കിട്ടിയിട്ട് പിന്നെ വരുമ്പോഴാണ് തൗറാത്ത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് അവിടെ താമസിക്കുന്ന സമയത്താണ് ഇസ്രായേലിൽ അവിടെ താമസിച്ചത്. അപ്പോഴാണ് ഒരു സാമിരി എന്നറിയപ്പെടുന്ന ഒരു സ്വർണ്ണപ്പണിക്കാരൻ അവരെ വഴിതെറ്റിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ആഭരണം കൊണ്ടുവരാൻ പറഞ്ഞു. അതെല്ലാം കൂടി ഒരുക്കിയിട്ട് ഒരു സ്വർണ്ണ പശുക്കുട്ടിയെ ഉണ്ടാക്കി. ആ പശുക്കുട്ടിയെ ഇങ്ങനെ കാറ്റുള്ള സ്ഥലത്ത് ഇങ്ങനെ നിർത്തിയാൽ ഒരു വിസിലിംഗ് ഉണ്ടാവും. മുകളിലൂടെ വന്നിട്ട് പിന്നിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇതാണ് നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ഈ പിളർന്ന കടലിൻ്റെ നടുവിലൂടെ നടന്ന് വന്ന ആൾക്കാരെ കൂട്ടുന്ന കുറേ എണ്ണം
അനുഭവിച്ച അള്ളാഹിൻ്റെ ദൃഷ്ടാന്തവും രക്ഷയും അനുഭവിച്ച ആൾക്കാർ അതിനെ ആരാധിക്കാൻ തുടങ്ങി. മൂസ അലൈഹി ഇസ്ലാം ആ വിവരം അറിഞ്ഞ് ദേഷ്യം പിടിച്ച് അവിടെ വന്നു എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ പ്രതീകമായിട്ട് ആണെന്നും അതല്ല നാച്ചുറലായി രൂപം കൊണ്ടതാണെന്നും പറയുന്നുണ്ട്. ഒരു പശുക്കുട്ടിയുടെ രൂപത്തിലുള്ള ഒരു പാറ ഉണ്ട് അവിടെ. അത് യാതൊരു പാറയാണെന്നിങ്ങനെ തോന്നിപ്പിക്കുകയാണ് എന്ന് പറയുന്നത്. കണ്ടാൽ ശരിക്കും ഒരു പശുക്കുട്ടി രൂപത്തിൽ കൊത്തി ഉണ്ടാക്കിയതുപോലെ തോന്നുന്നുണ്ട് അവിടെ കണ്ടാൽ. അത് ഈ പറഞ്ഞ ഹാറൂൻ നബിയുടെ ഖബറിൻ്റെ അടുത്ത് തന്നെയാണ്. അതും കഴിഞ്ഞ് കുറച്ചും കൂടി അവിടെ പോയാൽ അവിടെ സെൻറ്റ് കാത്തറിൻ എന്നിപ്പോൾ പറയുന്ന തുവാ താഴ്വരയിൽ അവിടെ എത്തും. അവിടുന്ന് കുറച്ചും കൂടി നമ്മൾ പോയാൽ ലാസ്റ്റ് വാഹനം അവിടെ എത്തുള്ളൂ. പിന്നെ ഒരു 1/2 കിലോമീറ്റർ ഒന്ന് നടക്കണം, അല്ലെങ്കിൽ വണ്ടിയിൽ പോവുകയും ചെയ്യാം. ഇപ്പോൾ ബതുക്കളൊക്കെ അവിടെയൊക്കെ വിദ്യാഭ്യാസം കുറഞ്ഞ പാവപ്പെട്ട ജനങ്ങൾ ജീവിക്കുന്ന ബതുക്കളുടെ ഏരിയ. അതൊന്നും ഒരു ഹോട്ടലും ഇല്ലായിരുന്നു. ഇപ്പോൾ ഹോട്ടലുകളൊക്കെ ചെറുതൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതിൽ കൂടെ ചെന്ന് ആ മരം ഞങ്ങൾ കണ്ടു. മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സംസാരിച്ച സ്ഥലം. അഥവാ മൂസ അലൈഹി ഇസ്ലാം വിവാഹിതനായി മദിയനിലേക്കാണല്ലോ ഈജിപ്തിൽ നിന്ന് ആദ്യം ഓടിപ്പോയത്. അവിടെ ചെന്ന് 10 കൊല്ലം അവിടെ ജീവിച്ച് വിവാഹിതനായി 10 കൊല്ലം ആടുകളെ മേച്ച് അവിടുന്ന് പിന്നീട് പോരുകയാണ്. ഭാര്യ മൂസ അലൈഹി ഇസ്ലാം ഷുഐബ് നബിയുടെ മകളാണെന്നാണ് കുറേ വ്യാഖ്യാതാക്കൾ പറയുന്നത്. കാരണം 2 പെൺകുട്ടികൾക്ക് ആടുകൾക്ക് വെള്ളം കൊടുത്തപ്പോൾ ആ പെൺകുട്ടികൾ പറഞ്ഞ വിവരം അനുസരിച്ച് ഉപ്പയുടെ അടുത്ത് ചെന്ന് അദ്ദേഹം അവിടെ ഈ പെൺകുട്ടിയിൽ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത് ആ ഭാര്യയും പിന്നെ മക്കളെയായിട്ട് വരുമ്പോൾ തുവാ താഴ്വരയിൽ വെച്ച് ആണ് മദിയന്ന് പോരുമ്പോൾ തുവാ താഴ്വരയിൽ വെച്ച് ഒരു ലൈറ്റ് രാത്രി കൂരിരുട്ടിൽ വഴിതെറ്റിയ സ്ഥലത്ത്, അവിടെയും മൂസ അലൈഹി ഇസ്ലാമും വഴിതെറ്റിയ സ്ഥലം, അവിടെ തന്നെ ഞങ്ങളും വഴിതെറ്റിയത്. അവിടെ ഒരു ശരിക്കും തീ കണ്ടു. അപ്പോൾ ഭാര്യയോട് മക്കളോട് ഇവിടെ നിൽക്കി, ഞാനത് പോയി നോക്കട്ടെ. അവിടെ ചെന്നപ്പോൾ ഒരു തീ അവിടെ ഇങ്ങനെ ജ്വലിക്കുന്നതായി കണ്ടു. അതാണ് ശരിക്ക് ഇപ്പോൾ ബേണിംഗ് ബുഷ് എന്നാണ് പറയുക. ആ മരം അവിടെ ഇപ്പം ഇല്ലെങ്കിലും ആ മരത്തിൻ്റെ അതേ മരമല്ല, 3300 വർഷം കഴിഞ്ഞിട്ട് ഒരു മരം നിലനിൽക്കില്ലല്ലോ. അപ്പോൾ ആ മരത്തിൻ്റെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞൊരു മരമുണ്ട്. അതൊരു ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഉള്ളിലാണ്. ആ ചർച്ചിൻ്റെ പേര് സെൻറ്റ് കാത്തറിൻ ചർച്ച് എന്നാണ്. ആ ഏരിയയുടെ പേര് സെൻറ്റ് കാത്തറിൻ എന്നാണ്. കത്രീന എന്ന പുണ്യവതിയുടെ പേരിലാണ് അവർ ആ ഏരിയയ്ക്ക് പേരിട്ടുള്ളത്. അതൊക്കെ ക്രിസ്ത്യൻസിൻ്റെ വിശ്വാസപ്രകാരം ഉണ്ടാക്കി. ഏതായാലും ആ ചർച്ച അവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആ മരം കാണാൻ വരാറുണ്ട്. ഇതൊക്കെ ഖുർആനിൽ അള്ളാഹ് സംസാരിച്ച സ്ഥലമാണ്. അതുകൊണ്ട് ആൾക്കാർ ആ മരം നുള്ളി കൊണ്ടുപോയി തീർക്കാതാക്കാതെ തീർന്നു പോകാം. ഒരു ചരിത്രപ്രധാനമുള്ള മരമല്ലേ. അതുകൊണ്ടാണ് ഒരു അൾമറ കെട്ടുന്ന പോലെ കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല. കുറേ ഒരു പൊന്തക്കാട് പോലുള്ള ഒരു ചെടിയാണത് ശരിക്കും. അതിന് ഡിക്റ്റാമസ് എന്നാണ് ശരിക്കും ആ മരത്തിൻ്റെ വർഗ്ഗപ്പേര് പറയുന്നത്. ഇവിടെ വെച്ച് ഞങ്ങൾ അതൊക്കെ കണ്ടു, അതിൻ്റെ ചരിത്രം കണ്ടു. അന്ന് അവിടെ ഒരു ലെറ്റർ അവർ കാണിച്ചിരുന്നു, ഇപ്പോൾ കാണിക്കാറില്ല. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നപ്പോൾ ഇതിൻ്റെ സെൻറ്റ് കാത്തറിന് സംരക്ഷണം നൽകിക്കണം എന്ന് ആവശ്യപ്പെട്ടു. നബിയുടെ മുമ്പ് ഉണ്ടാക്കിയിട്ടത് ആവശ്യപ്പെട്ടപ്പോൾ നബി അതിന് സംരക്ഷണം സഹാബാക്കളോട് എഴുതി കൊടുക്കാൻ പറഞ്ഞു. നബി സീലടിച്ചു കൊടുത്ത ഒരു കത്താണ് എന്ന് പറഞ്ഞുകൊണ്ട്, അത് ഏതായിരുന്നാലും ആ കത്തുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രവാചകൻ്റെ വിശാല മനസ്കതയാണ്. അന്യ മതസ്ഥരുടെ ആരാധനാലയങ്ങൾ തകർക്കരുത് എന്ന് ക്രിസ്ത്യൻസിന് എഴുതി കൊടുത്ത സംരക്ഷണ കത്താണ് എന്ന് അവരെന്നെ പറയുന്നുണ്ട്. ഇത് ആ മരം കണ്ടു. അതിനുശേഷം പിന്നെ ഇനി അടുത്തത് ഞങ്ങൾക്ക് അവിടുന്ന് നോക്കിയാൽ തന്നെ കാണാൻ വേറൊന്ന് മൂസ അലൈഹി ഇസ്ലാം സീനാ പർവ്വതത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന സമുദ്രത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയത്. ആ സീനാ പർവ്വതം അവിടെ തന്നെ കാണാം ഇൻഷാ അല്ലാഹ്. സീനാ പർവ്വതത്തെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ ഞാൻ അതിൻ്റെ പ്രാധാന്യവും ചരിത്രവും അനുഭവവും പറയാം.